ഗവർണർ സർക്കാർ പോര് ഓരോ ദിവസവും രൂക്ഷമാകുന്നതിനിടെ നിയമസഭാ സമ്മേളനം ആരംഭിച്ചു. ഗവർണർ തടഞ്ഞുവെച്ച ഓർഡിനൻസുകൾക്ക് പകരമുള്ള ബില്ലുകൾ അവതരിപ്പിച്ച് പാസാക്കാനാണ് സഭാ സമ്മേളനം ചേരുന്നത്. എന്നാൽ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക യോഗമായിരിക്കും ഇന്ന് സഭയിൽ. മറ്റ് നടപടികളിലേക്ക് സഭ ഇന്ന് കടക്കില്ല. ലോകായുക്ത നിയമ ഭേദഗതി അടക്കമുള്ള ബില്ലുകൾ അടുത്ത ദിവസങ്ങളിൽ നിയമസഭയിൽ അവതരിപ്പിക്കും. സഭാ സമ്മേളനത്തിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശേഷാൽ സമ്മേളനം ചേരുന്നതിൽ കേരള നിയമസഭയ്ക്ക് അങ്ങേയറ്റത്തെ അഭിമാനമുണ്ട്. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഐതിഹാസികമായ അധ്യായം എഴുതി ചേർത്ത ഉജ്ജ്വലമായ പങ്കുവഹിച്ച ഒരു നാടാണ് നമ്മുടെ കേരളം. 1721 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നതിനും 136 വർഷം മുമ്പ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായി ആദ്യത്തെ കലാപം, ആറ്റിങ്ങൽ കലാപം നടന്നത് ഇവിടെയാണ്. പിന്നീട് 1921 ജന്മിത്വത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനുമെതിരായി നടന്ന മലബാർ കലാപം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടീഷ് ഭരണം നേരിട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ സായുധ വെല്ലുവിളി എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ പുന്നപ്ര വയലാർ സമരം, കയ്യൂരിലും വടക്കേ മലബാറിലും ഉടനീളം സാമ്രാജ്യത്വത്തിനും നാടുവാഴിത്വത്തിനും എതിരായി നടന്നിട്ടുള്ള സമരങ്ങൾ, മലബാർ കലാപത്തോട് അനുബന്ധിച്ച് ഉണ്ടായ വാഗൻ കൂട്ടക്കൊല, അതുപോലെ ദേശീയ പ്രസ്ഥാനത്തിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും ആശയങ്ങളാലും മൂല്യങ്ങളാലും പ്രചോദിതമായി നടന്ന വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ഇതെല്ലാം കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്ജ്വലമായിട്ടുള്ള ഏടുകളാണ്. ഈ സ്വാതന്ത്ര്യ സമരത്തിൽ നേതൃത്വം കൊടുത്ത, രക്തസാക്ഷികളായ, മർദ്ദനമേറ്റുവാങ്ങിയ, കൊടിയ പീഡനങ്ങളും സഹനങ്ങളും അനുഭവിച്ച അനേകായിരങ്ങളുണ്ട് ഈ കേരളത്തിൽ. അവരിൽ ചിലരുടെ പേരുകൾ നമുക്ക് വളരെ പെട്ടെന്ന് ഓർമ്മയിൽ വരും. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി കീഴടങ്ങുന്നതിന് പകരം ആത്മഹത്യയെ രക്തസാക്ഷിത്വമാക്കി മാറ്റിയ വേലുത്തമ്പി ദളവയും പഴശ്ശിരാജയും അക്കൂട്ടത്തിലുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ മലയാളി പ്രസിഡന്റായിരുന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ പേരിൽ വൈസ്രോയുടെ കൌൺസിലിൽ നിന്ന് രാജിവെച്ചിറങ്ങിപ്പോന്ന ചേറ്റൂർ ശങ്കരൻ നായർ, കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുമ്പോൾ കൊടിയ മർദ്ദനത്തിന് ഇരയാവുമ്പോഴും ത്രിവർണ്ണ പതാക വിട്ടുകൊടുക്കാതെ നെഞ്ചോടടക്കിപ്പിടിച്ച് മുദ്രാവാക്യം മുഴക്കിയ പി കൃഷ്ണപിള്ള, സ്വാതന്ത്ര്യ പുലരി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ത്രിവർണ്ണ പതാക ഉയർത്തി ആഘോഷിക്കേണ്ടി വന്ന AKG, അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് 1000 രൂപ തലയ്ക്ക് വിലയിട്ട EMS, സ്വാതന്ത്ര്യ സമരത്തിന്റെ സമുന്നത നേതാവായിരുന്ന കേരള ഗാന്ധി K. കേളപ്പൻ, ഇങ്ങനെ ഒരുപാട് പേരെ നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കാൻ കഴിയും. സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിലാകെ ആൺ പോരാട്ടം മാത്രമായിരുന്നില്ല. സ്ത്രീകളുടെ വർദ്ധിച്ച പങ്കാളിത്തവും ത്യാഗങ്ങളും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. കേരളത്തിലും സ്ത്രീകൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിരയിലുണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷ് പോലീസ് മേധാവിയോട് വെടിവെക്കുന്നുവെങ്കിൽ തന്നെ ആദ്യം വെടിവെക്കാൻ പറഞ്ഞ അക്കാമ ചെറിയാന്റെ ധീരത നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ ലോക സൈനിക ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ റെജിമെന്റിനെ നയിച്ച ഒരു റെജിമെന്റിനെ നയിച്ച വനിത എന്ന് അറിയപ്പെടുന്ന സ്റ്റെതസ്കോപ്പിനൊപ്പം തോക്കും ആയുധമാക്കി പൊരുതിയ ക്യാപ്റ്റൻ ലക്ഷ്മിയും AV കുട്ടിമാളുവമ്മയും അമ്മു സ്വാമിനാഥനും ആനി മസ്ക്രീനും KR ഗൌരിയമ്മയും ഉൾപ്പെടെയുള്ള ധീരവനിതകളുടെ ഒരു നീണ്ട നിര തന്നെ കേരളത്തിൽ നിന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാളികളായി നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ
സന്ദർഭത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിന്റെ വേളയിൽ വിശേഷാൽ സമ്മേളനം ചേരുന്നത് ഈ ചരിത്രത്തെ ഓർമ്മിക്കുന്നത് ചരിത്രത്തിന്റെ വീരേതിഹാസങ്ങൾ അയവിറക്കാൻ വേണ്ടി മാത്രമല്ല. ചരിത്രത്തെ നാം ഓർമ്മിക്കുന്നത് അതിനെ ആ ചരിത്രത്തിന്റെ പാഠങ്ങൾ ശരിയായി ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. ചരിത്രത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതും തിരിച്ചറിയുന്നതും വർത്തമാനകാലത്ത് പ്രയോഗിക്കാൻ വേണ്ടിയാണ്. വർത്തമാനകാലത്ത് ചരിത്രത്തിന്റെ പാഠങ്ങളെ പ്രയോഗിക്കുന്നത് നമ്മുടെ ഭാവിയെ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം മതനിരപേക്ഷമായ ജനകീയ ഐക്യത്തിന്റെ പാഠമാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ 90 വർഷം നീണ്ടുനിന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുടനീളം മതനിരപേക്ഷമായ ജനകീയ ഐക്യത്തിന്റെ ഉജ്ജ്വലമായ തിളക്കമാർന്ന ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനൊടുവിൽ ഡൽഹിയിൽ കലാപകാരികൾ ഏതാനും ദിവസത്തേക്ക് അധികാരം പിടിച്ചപ്പോൾ ഝാൻസിയിലെ റാണി ലക്ഷ്മിബായിയും നാനാസാഹിബും താന്തിയാത്തോപ്പയും ഉൾപ്പെടെയുള്ളവർക്ക് മുഗൾ രാജവംശത്തിൽ അവസാനത്തെ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫറിനെ അവിടെ ചക്രവർത്തിയായി അവരോധിക്കാൻ വിഭാഗീയത തടസ്സമായില്ല എന്നത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രപാഠമാണ്. അതുപോലെ ജാലിയൻവാലാബാഗിലെ കൂട്ടക്കൊലയിൽ രക്തസാക്ഷികളായി മാറിയത് എല്ലാ മതത്തിലും പെട്ടിട്ടുള്ള ആളുകളായിരുന്നു. അവരുടെ എല്ലാം ചോര ഒരുമിച്ചാണ് ജാലിയൻവാലാബാഗിലെ രണഭൂമിയിൽ ഒഴുകിപ്പരന്നിട്ടുള്ളത്. 1945 INA ഭടന്മാരുടെ വിചാരണ, അതിനെതിരായി ആസേതു ഹിമാചലം അലയടിച്ച പ്രക്ഷോഭങ്ങൾ ചരിത്രത്തിലുണ്ട്. ആ പ്രക്ഷോഭങ്ങളിൽ ഉയർന്ന മുദ്രാവാക്യം വളരെ പ്രസിദ്ധമായിരുന്നു. ലാൽ കിലെ സെ ആയേ ആവാസ് സൈകൾ ധില്ലൻ ഷാനവാസ് എന്നാണ്. സൈകൾ ഗുരുബഖ് സിംഗ് ധില്ലൻ ഷാനവാസ് ഖാൻ അന്നുയർന്ന മുദ്രാവാക്യമാണ് സൈകൾ ധില്ലൻ ഷാനവാസ്. 10,000-കണക്കിന് ആളുകളാണ് കശ്മീർ മുതൽ കന്യാകുമാരി വരെ ആ മുദ്രാവാക്യം ഉയർത്തിയത്. ഇതെല്ലാം മതനിരപേക്ഷമായ രാഷ്ട്ര വീക്ഷണത്തിന്റെയും മതനിരപേക്ഷമായ ജനകീയ ഐക്യത്തിന്റെയും ചരിത്രത്തിൽ നിന്നുള്ള ഉജ്ജ്വല പാഠങ്ങളാണ്. എന്നാൽ ഇതേ കാലയളവിൽ തന്നെ മതരാഷ്ട്ര വീക്ഷണവും ഇന്ത്യയിൽ ശക്തിപ്പെട്ടു വന്നിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലമെന്നത് മതനിരപേക്ഷ രാഷ്ട്രവീക്ഷണവും മതാധിഷ്ഠിത രാഷ്ട്രവീക്ഷണവും തമ്മിലുള്ള നിലയ്ക്കാത്ത സംഘർഷങ്ങളുടെ കാലം കൂടിയായിരുന്നു. അതിനൊടുവിൽ 47 ഇന്ത്യ സ്വതന്ത്രമാവുമ്പോൾ മതനിരപേക്ഷ രാഷ്ട്രവീക്ഷണം ഉയർത്തിപ്പിടിച്ച ശക്തികൾക്ക് വിജയമുണ്ടാവുകയും ഇന്ത്യ ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമായി തീരുകയും ചെയ്തത് ചരിത്രത്തിന്റെ ഏറ്റവും വലിയ പാഠമാണ്. ഇന്ത്യക്കൊപ്പം നിലവിൽ വന്ന അയൽപക്കത്തുള്ള രാജ്യം മതാധിഷ്ഠിത രാഷ്ട്രമായി മാറി. 1/4 നൂറ്റാണ്ട് പോലും ആ രാജ്യത്തിന് ഒരുമിച്ച് നിൽക്കാനായില്ല എന്നതും ഇന്ത്യ 3/4 നൂറ്റാണ്ട് അതിജീവിച്ചു എന്നതും നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ആധുനിക രാഷ്ട്രത്തെ നിർമ്മിക്കുന്നത് മതമല്ല മതനിരപേക്ഷതയാണ് എന്നതാണ്. ആ പാഠത്തിന് മറ്റെന്നത്തേക്കാൾ പ്രാധാന്യമുള്ള ഒരു കാലത്താണ് നമ്മളെല്ലാവരും ഇന്ന് ജീവിക്കുന്നത്. പക്ഷെ നമുക്ക് വലിയ വില അതിന് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യയെ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് കൊടുക്കേണ്ടി വന്ന ഏറ്റവും വലിയ വില മഹാത്മാഗാന്ധിയുടെ ജീവനാണ്. മതരാഷ്ട്രത്തിന്റെ ശക്തികളാണ് ഗാന്ധിയുടെ ഘാതകരായി മാറിയത്, ഗാന്ധിജിയുടെ ജീവൻ അപഹരിച്ചത്. ഇന്ന് ഈ മതനിരപേക്ഷത ഒരു കാലത്തുമില്ലാത്ത തരത്തിൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മതരാഷ്ട്രത്തിന്റെ കരട് ഭരണഘടനകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മളെല്ലാം അസ്വസ്ഥമാക്കുന്നുണ്ട്. ആ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ സ്വതന്ത്ര ഇന്ത്യക്ക് ഭാവിയിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നത് ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാം ഓർമ്മിക്കേണ്ടതാണ്. നമ്മുടെ ഭരണഘടനയുടെ തന്നെ ആധാരശിലകളിൽ ഒന്ന് മതനിരപേക്ഷതയാണ്, മറ്റൊന്ന് ജനാധിപത്യമാണ്. സ്വാതന്ത്ര്യത്തിന്റെ സന്ദർഭത്തിൽ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നടത്തിയ വിഖ്യാതമായിട്ടുള്ള പ്രസംഗം, ഭരണഘടനാ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിന്റെ അവസാനം അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ മക്കൾക്കെല്ലാം പാർക്കാൻ ഇടമുള്ള ഒരു മഹാസൗധമായി സ്വതന്ത്ര ഇന്ത്യയെ കെട്ടിപ്പടുക്കണം എന്നതാണ്. അതാണ് ഒരർത്ഥത്തിൽ 50-ലെ ഭരണഘടന മുന്നോട്ട്. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് മുറുകുന്നതിനിടയിലാണ് നിയമസഭാ സമ്മേളനം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് പ്രധാനമായും സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് നടക്കുക. വരും ദിവസങ്ങളിലായിരിക്കും സഭ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നടക്കുക. ഇപ്പോൾ സ്പീക്കർ MP രാജേഷ് സ്വാതന്ത്ര്യ സമര സേനാനികളെയും സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയും അനുസ്മരിക്കുന്നതിന്റെ തത്സമയ സംരക്ഷണമാണ് കണ്ടുകൊണ്ടിരുന്നത്. സർക്കാരിനെ തുടർച്ചയായി പ്രതിസന്ധിയിലാക്കുന്ന ഗവർണർക്കെതിരെ പോർമുഖം തുറന്ന CPIM നേതൃത്വം RSSന്റെ രാഷ്ട്രീയ താൽപര്യം സംരക്ഷിക്കാൻ രാജ്ഭവൻ കേന്ദ്രമാക്കി സർക്കാരിനെതിരെ ഗവർണർ ഗൂഢാലോചന നടത്തുന്നു എന്നാണ് CPIM ആരോപണം.